ജോൺസൺ ബിരിയാണി കട കുരിയച്ചിറ കലകണ്ട് നിന്റെ വീഡിയോസ് ഒക്കെ കലകണ്ട് ഫേസ്ബുക്ക് ഒക്കെ കലകണ്ട് ഇതിനു മേലെ എന്ത് വേണം നിനക്ക് യൂട്യൂബൊക്കെ കാണണ്ട യൂട്യൂബൊക്കെ ചിലപ്പോഴൊക്കെ കാണാൻ സമയം കിട്ടുമ്പോ അതെന്താ വെച്ചാലേ നമുക്ക് ഇവിടെ എല്ലാവരും പരിചയക്കാരല്ലേ അതെ കാലകാലങ്ങളായിട്ട് നമ്മളോട് സ്നേഹമുള്ളവരെ വരുന്നത് അതെ അപ്പോ നമ്മളിങ്ങനെ സ്പോർട്സ് സിനിമ മനഃശാസ്ത്രം ജ്യോതിഷം പിന്നെ സാമൂതിക ലക്ഷണം പൊളിറ്റിക്സ് രാഷ്ട്രീയം പൊളിറ്റിക്സ് ഇതൊക്കെ പറയല്ലോ അപ്പൊ ആളുകൾക്ക് ഒരു കൗതുക പിന്നെ എല്ലാവരുടെ അടുത്തും തുറന്നു പറയാൻ പറ്റില്ല അതെ 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 ഇന്നത്തെ ഒരു പക്ഷം പിടിച്ച ജനങ്ങളാണ് കൂടുതൽ പക്ഷപാതികളായ ആളുകള് അപ്പൊ തുറന്ന് സംസാരിക്കാൻ ആർക്കും പറ്റില്ല ഒരു തരം പേടിയാ ചോദ്യം ചോദിക്കാൻ അപ്പൊ അവര് നമ്മളോട് ഏത് വിഷയം സംസാരിക്കാൻ പറ്റും അപ്പോ എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോരുത്തരും ഓരോരോ ചോദ്യം ചോദിക്കാം അപ്പൊ നമ്മളെന്ത് കഴിഞ്ഞാ ഒരു കൗതുകം തമാശ അതങ്ങനെ ഇടും സ്വാമി അങ്ങോട്ട് നോക്കി അവിടെ പിടിക്കുന്നത് അവിടെ പിടി പിടിക്കുന്നു അത് ഉഗ്രനായിട്ട് അല്ല നമുക്ക് ഇഷ്ടമുള്ളവരെ അവർക്ക് വിഷമമാണെങ്കിൽ ബിസിനസ് ഒക്കെ എങ്ങനെ പോണു കുഴപ്പമില്ല ഞാൻ പറഞ്ഞില്ലേ നമ്മളൊരു സ്നേഹ സാമ്രാജ്യല്ലേ നിങ്ങളുടെ സ്വിമ്മിംഗ് പൂൾ കുറച്ച് വലുതാക്കണം കേട്ടോ അതിന്റെ വീതി പോരാ വീതി നീളം ഓക്കെ വീതി കുറച്ച് വലുതാക്കണം അതിനെന്നറിയാ സ്ഥലം കുറവാ വീട്ടിലേ അപ്പൊ നമുക്ക് ഉള്ള സ്ഥലത്തിൽ ചെയ്യാം പിന്നെ നമ്മളിപ്പോ ഈ ജോഗിങ് ചെയ്യുന്ന പോലെ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെയുള്ള പരിപാടി ഇല്ലേ അപ്പൊ നിന്നിട്ടേ ട്രെഡ്മില്ലുമോ ഓടില്ലേ അതിന് വരെ നമ്മൾ ഇങ്ങനെ നിന്ന് കാണിച്ചു നിൽക്കും അപ്പൊ നമ്മളൊരു 10 മിനിറ്റ് നേരം നിക്കാന്നുള്ളതാണ് അതെ കുളത്തില് നമ്മളിപ്പോ ഗുഡ് എക്സസൈസ് അതെ സ്വിമ്മിങ് ഈസ് എ ഗുഡ് എക്സസൈസ് നമ്മള് മഴക്കാലം വരുമ്പോഴേ എടക്കുന്നി അമ്പലത്തിലേ അവിടെ പോവും പിന്നെ ഈ നാങ്കുളം പോകും അതെന്തിനാ മഴക്കാലത്ത് മാത്രമായിട്ട് പോണേ മഴക്കാലത്ത് മഴയൊക്കെ പെയ്ത് ഇങ്ങനെ വെള്ളം ഫ്രഷ് ആയിരിക്കും അതന്നെ തേട്ടി നിൽക്കുന്ന സമയത്ത് അവിടെയൊക്കെ പോകും അങ്ങനെയാണ് പരിപാടി ഓക്കെ എന്താ വേണ്ട അവിടെ ശരി കട്ട് ചെയ്തോ അതൊക്കെ 100% ആത്മാർത്ഥതയോട് കൂടിയിട്ടാണ് പറയണേ അത് ജോൺസന്റെ ഇന്നർ മൈൻഡിൽ കൂടിയാ പറയണേ വെറുതെ ഈ ചാനലുകൾ അത് ഇതൊക്കെ ഉണ്ടല്ലോ അതേക്കാട്ടിലും ജോൺസന്റെ ആത്മാർത്ഥത ഇതില് തെളിഞ്ഞു കാണുന്നുണ്ട് നമ്മളിതൊരു തൊഴിൽ ഈ യൂട്യൂബോ അല്ലെങ്കിൽ ഇതൊന്നും നമ്മുടെ തൊഴിലല്ലാന്നോ നമ്മളൊരു കൗതുകം ഒരു തമാശ പിന്നെ ഈ ചാനലുകാര് പലതും പറയുന്നു മാധ്യമങ്ങള് പലതും പറയുന്നു അവര് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി പല പല വാർത്തകളും പടച്ചു വിടുന്നു നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ റേറ്റിംഗ് കൂടേണ്ട ആവശ്യമില്ലാന്ന് ആളുകൾ കണ്ടാലും കണ്ടില്ലെങ്കിലും നമുക്ക് എന്തില്ല വിരോധമില്ല എന്താണ് അതിന്റെ ഒരു അതല്ലേ അതിന്റെ ശരി എന്താണ് ഇന്നൊരു എന്നെക്കാളും പ്രായം കൂടുതലുള്ള ആളായതുകൊണ്ടേ ഒരു അഡ്വൈസ് ഒന്ന് പറഞ്ഞേ കേൾക്കട്ടെ എപ്പോഴും സത്യസന്ധതയോടെ ഇരിക്കുക സത്യസന്ധതയോട് കൂടെ ഇരുന്ന് ആരെയും ചീറ്റ് ചെയ്യാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ലൈഫില് എല്ലാം നന്നായി വരും ബിസിനസ്സും വളരും ഹാപ്പിനെസ്സും വരും അസുഖങ്ങളും കുറയും എല്ലാം ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടാവും എന്തായാലും വളരെ നല്ല അപ്പൊ സ്വാമിയുടെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവുക ഞാൻ ഈ പറയുന്ന പോയിന്റ് പ്രത്യേകം ശ്രദ്ധിക്കുക എപ്പോ പ്രാർത്ഥിക്കുമ്പോഴും എന്നെ ഓർക്കുക എന്നെ ഓർമ്മ വരുമ്പോ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്താണ് പറഞ്ഞേ എപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴും എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക എപ്പോഴെങ്കിലും എന്നെ ഓർമ്മ വരികയാണെങ്കിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എങ്ങനെയുണ്ട് ഫൈൻ ഓക്കെ ഫസ്റ്റ് ക്ലാസ് സ്വാമി അപ്പൊ സ്വാമിക്ക് കുടിച്ചിട്ടൊരു അഭിപ്രായം പറയൂ ചൂടുണ്ട് സാവധാനം കുടിക്കും कौन सा साबुन में चाहिए हो कौन सा चाहिए ना लाइव മറ്റേ ഇതിട്ടുണ്ട് നമ്മുടെ ഐമോദകം കറക്റ്റ് ഐമോദകത്തിന്റെ ഐമോദകം വേപ്പില ജീരകം അവർ कौन चाहिए मैं कपड़ा धोला കുറെ ആളുകള് ഇത് കുടിക്കാനായിട്ട് കുടിച്ചപ്പോരെ ഒരു ഗ്ലാസ് വെള്ളം എങ്ങനെയുണ്ട് ഫസ്റ്റ് ക്ലാസ് കളയല്ലേ മൂടി കുടിക്കും എങ്ങനെയുണ്ട് വെള്ളം സൂപ്പറായ ഇവിടെ കുടിച്ചിട്ടുള്ളവരൊക്കെ ഇടയ്ക്ക് വന്നിട്ട്
വെള്ളം കുടിക്കാൻ ഒരാളോ 20 അരിമുളക് നല്ലതാ എത്രയും വാങ്ങി